ഡിയർ വ്യൂവേഴ്സ്, ഞാൻ രമ്യ രതീഷ്. സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി, നിയോ ക്ലാസിക്കൽ തിയറി, മോഡേൺ തിയറി. അതിൽ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറീസ് ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. ഓരോ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഫേമസ് പേഴ്സണാലിറ്റിയെയും കൂടി ഓർത്തിരിക്കണം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലർ. മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലർ. ബ്യൂറോക്രാറ്റിക് മോഡൽ മാക്സ് വെബർ. ബ്യൂറോക്രാറ്റിക് മോഡൽ മാക്സ് വെബർ. അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഹെൻറി ഫയോൾ. അഡ്മിനിസ്ട്രേറ്റീവ് തിയറിക്ക് തന്നെയാണ് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ എന്നും പറയുന്നത്. അത് ഹെൻറി ഫയോൾ ആണ്. ഒന്നുകൂടി മനസ്സിൽ പറഞ്ഞു നോക്കുക. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലർ, ബ്യൂറോക്രാറ്റിക് മോഡൽ മാക്സ് വെബർ, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഹെൻറി ഫയോൾ, മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ ഹെൻറി ഫയോൾ. മാനേജ്മെൻറ്റ് തിയറിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി കാണുന്നത് നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്, എൽട്ടൺ മായോ. ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്, എൽട്ടൺ മായോ. നിയോ ക്ലാസിക്കൽ തിയറിയിലെ രണ്ടാമത്തേതാണ് ബിഹേവിയർ സയൻസ് മൂവ്മെൻറ്റ്. പ്രധാനപ്പെട്ട ഏതാനും തിയറീസ് ആണ്. നീഡ് ഹൈറാർക്കി തിയറി, എബ്രഹാം മാസ്ലോ. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത് കൊണ്ട് ആളെ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. 2 ഫാക്ടർ തിയറി ഹെസ്ബർഗ്. മറന്നുപോകരുത്, 2 ഫാക്ടർ തിയറി ഹെസ്ബർഗ്. അടുത്തത് തിയറി ഓഫ് എക്സ് ആൻഡ് വൈ, MC ഗ്രിഗർ. തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി ഓഫ് വൈ, MC ഗ്രിഗർ. അടുത്തത് ലിക്കഡ്സ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ. ഒന്നുകൂടി നോക്കാം. ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്, എൽട്ടൺ മായോ. ബിഹേവിയർ സയൻസ് മൂവ്മെൻറ്റ്, നീഡ് ഹൈറാർക്കി തിയറി മാസ്ലോ, എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി. ഹെസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി, 2 ഫാക്ടർ തിയറി ഹെസ്ബർഗ്. തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി ഓഫ് വൈ, MC ഗ്രിഗർ. ലിക്കഡ്സിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ. ഇത്രയും പഠിച്ച ശേഷം എല്ലാ മാനേജ്മെൻറ്റ് തിയറിയും അതാരാണ്, അതിൻ്റെ ഫേമസ് പേഴ്സണാലിറ്റിയും ഒന്നും കൂടി ഒരിക്കൽ കൂടി ഓർത്ത് നോക്കണേ. പലപ്പോഴും ആവർത്തിച്ച് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണിത്. പേഴ്സണാലിറ്റീനെ തന്നിട്ട് അവരുടെ തിയറി ഏതാണെന്നും ചോദിക്കാം. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കണം. എക്സ്പെരിമെൻറ്റ് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. നെറ്റിനാണെങ്കിലും HSSTക്ക് ആണെങ്കിലും ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ്. ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ എൽട്ടൺ മായോ ഇൻ 1924 to 1932 അറ്റ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി. വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി located at Hawthorne near Chicago in USA. ഒരുപക്ഷെ ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കാം. എൽട്ടൺ മായോ ആണ് കണ്ടക്ട് ചെയ്തത്. ചിലപ്പോൾ കമ്പനി നെയിം ആയിരിക്കാം ചോദിക്കുന്നത്. വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി. ലൊക്കേഷൻ ചോദിച്ചാൽ ഹൗത്രോൺ നിയർ ചിക്കാഗോ ഇൻ USA. ഇനി ഹൗത്രോൺ എക്സ്പെരിമെൻറ്റിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റ് ആണ് ഈ പറയുന്നത്. ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്, ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ് ആൻഡ് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്, മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാം, ബാങ്ക് വെയറിംഗ് ഒബ്സർവേഷൻ റൂം സ്റ്റഡി. ഈ പേരുകളും എക്സ്പെരിമെൻറ്റിൻ്റെ പേരുകളും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്, മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാം, ബാങ്ക് വെയറിംഗ് ഒബ്സർവേഷൻ റൂം സ്റ്റഡി. സമയം കിട്ടുകയാണെങ്കിൽ ഈ എക്സ്പെരിമെൻ്റൊക്കെ എന്താണെന്നും കൂടിയുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. തൽക്കാലം അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. മിനിമം ഒരു ഇത്രയെങ്കിലും പഠിച്ചു വെക്കണേ. മോഡേൺ തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്. ഈ അപ്രോച്ചൊക്കെ എന്താണെന്നുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു സമ്മറി ഈ വീഡിയോയുടെ അവസാനം ഉണ്ട്. ഇനി നമ്മൾ കണ്ട തിയറീസൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോഴേ ഓർമ്മ വരേണ്ട പേരാണ് FW ടൈലർ.
Scientific management means knowing exactly what you want men to do and seeing that they do it in the best and cheapest way. ഇതൊരു ഡെഫിനിഷനായിട്ട് പഠിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ ഇതാര് ഡിഫൈൻ ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയായിരുന്നു ചോദിച്ചിരിക്കുന്നത്, നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള ടേം ഒഴിവാക്കിയിട്ടാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ കാണുമ്പോൾ FW ടൈലറിനെ ഓർമ്മ വരണേ. ക്വസ്റ്റ്യനിലെ കീവേഡ് കണ്ടുപിടിച്ച് അതാരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വർക്ക് മെത്തേഡ് എന്നോ അല്ലെങ്കിൽ ഇംപ്രൂവ് വർക്ക് എഫിഷ്യൻസി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഒന്നുകൂടി നോക്കാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എംബസൈസ്ഡ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വർക്ക് മെത്തേഡ് ടു ഇംപ്രൂവ് വർക്കേഴ്സ് എഫിഷ്യൻസി. തവണ കണ്ടതാണ്. FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഓർത്തിരിക്കണം. പ്രിൻസിപ്പിൾസും ടെക്നിക്സും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇവയാണ്: സയൻസ് നോട്ട് റൂൾ ഓഫ് തം. 2 ഹാർമണി നോട്ട് ഡിസ്കൗട്ട്. 3 കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. 4 ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഒന്നുകൂടി നോക്കാം. സയൻസ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. എന്താണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം? സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി യൂസ്ഡ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ റാദർ ദാൻ ബേസിക് ഡിസിഷൻ ഓൺ ഒപ്പീനിയൻ. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തി മാത്രമേ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ പാടുള്ളൂ. ആരുടെയെങ്കിലും ഒപ്പീനിയൻ വെച്ച് എടുക്കാൻ പാടില്ല. ഇതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം. ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ദെയർ ഷുഡ് ബി എ കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ബോത്ത് ഷുഡ് റിയലൈസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റും അതുപോലെ വർക്കേഴ്സും തമ്മിലൊരു ഐക്യം ഉണ്ടാവണം. അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. മെൻ്റൽ റവല്യൂഷനൊക്കെ ഈ ഒരു ഭാഗത്ത് FW ടൈലർ പറയുന്നുണ്ട്. എന്താണ് മെൻ്റൽ റവല്യൂഷൻ എന്ന് ഓർത്തിരിക്കണം. ബേസിക് ഐഡിയ ബിഹൈൻഡ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ടു ചേഞ്ച് ദ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് ഈച്ച് അതർ. വർക്കേഴ്സ് ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും രണ്ടുപേരുടെയും പ്രാധാന്യം മനസ്സിലാക്കണം. അങ്ങനെ ഐക്യത്തോടു കൂടി പെരുമാറണം. അടുത്തതാണ് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ദി എസൻസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദെയർ ഷുഡ് ബി എ കംപ്ലീറ്റ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വലിസം. മാനേജ്മെൻറ്റും വർക്കേഴ്സും സഹകരിച്ച് പ്രവർത്തിക്കണം. അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ അല്ല വേണ്ടത്, കോഓപ്പറേഷനാണ്. This principle states that efficiency of all workers is a must for which they have to be provided with maximum prosperity. അതായത് തൊഴിലാളികളുടെ കാര്യക്ഷമതയാണ് അവരുടെ അഭിവൃദ്ധിക്ക് സഹായിക്കുന്നത്. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിളും FW ടൈലറിൻ്റെ പ്രിൻസിപ്പിളും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല. അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് പഠിച്ചോണം. സയൻസ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ചിലർ മെൻ്റൽ റവല്യൂഷനും കൂടി പ്രിൻസിപ്പിളായിട്ട് പറയാറുണ്ട്. അതും കൂടി ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിഗ് സ്റ്റഡി, ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം. ഒന്നുകൂടി നോക്കാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിഗ് സ്റ്റഡി, ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം. ഇതിൽ തന്നെയും ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് എ ടെക്നിക്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫങ്ഷൻ അറ്റ് ദി ലോവസ്റ്റ് ലെവൽ. ഒന്നുകൂടി നോക്കാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് എ ടെക്നിക്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫങ്ഷൻ അറ്റ് ദി ലോവസ്റ്റ് ലെവൽ. പ്ലാനിങ്ങും എക്സിക്യൂഷനും സെപ്പറേറ്റ് ചെയ്യേണ്ട ഫങ്ഷനാണ് എന്നാണ് ടൈലർ പറയുന്നത്.
ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് ഓഫ് ഫാക്ടറി മാനേജർ ടു ഡിപ്പാർട്ട്മെന്റ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. മാറിപ്പോരുത്. സ്പെഷ്യലിസ്റ്റ് ഇൻ ദി ഫീൽഡ് ഓഫ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ഇനി ഓരോന്നും എന്താന്ന് നോക്കാം. റൂട്ട് ക്ലർക്ക് ഡിറ്റർമൈൻ ദ സീക്വൻസ് ഓഫ് കംപ്ലീറ്റിംഗ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക് എങ്ങനെ ചെയ്തു തീർക്കാം അതിൻ്റെ സ്റ്റെപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് റൂട്ട് ക്ലർക്ക്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് പ്രിപ്പയർ ആൻഡ് ഗീവ് ഇൻസ്ട്രക്ഷൻ കാർഡ് ടു വർക്കേഴ്സ്. നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടുന്നതാണ്. പ്രിപ്പയർ ആൻഡ് ഗീവ് ഇൻസ്ട്രക്ഷൻ കാർഡ് ടു വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻ കാർഡ് നൽകുന്നതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. അടുത്തത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് റെക്കോർഡ് ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് എ ജോബ് ആൻഡ് ഓൾസോ ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ചെയ്യുന്നത് റെക്കോർഡ് ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീഷൻ ഓഫ് എ ജോബ് ആൻഡ് ഓൾസോ ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ. അടുത്തതാണ് ഡിസിപ്ലിനേറിയൻ എൻഷുർ ദാറ്റ് ഈച്ച് ജോബ് ഈസ് ബീയിങ് പെർഫോംഡ് ഇൻ എ ഡിസിപ്ലിൻഡ് മാനർ. അത് നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എൻഷുർ ദാറ്റ് ഈച്ച് ജോബ് ഈസ് ബീയിങ് പെർഫോംഡ് ഇൻ എ ഡിസിപ്ലിൻഡ് മാനർ. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ഓർത്തിരിക്കണേ. നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ആദ്യത്തെയാണ് ഗ്യാങ് ബോസ്. അറേഞ്ച് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ വർക്ക്. അറേഞ്ച് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ വർക്ക്. ഗ്യാങ് ബോസ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. മെഷീൻസും ടൂളും അറേഞ്ച് ചെയ്യുന്നത് ഗ്യാങ് ബോസ് ആണ്. അടുത്തത് സ്പീഡ് ബോസ്. എൻഷുർ വർക്കേഴ്സ് പെർഫോമൻസ് അറ്റ് ദി റിക്വയർഡ് സ്പീഡ്. എൻഷുർ വർക്കേഴ്സ് പെർഫോമൻസ് അറ്റ് റിക്വയർഡ് സ്പീഡ്. സ്പീഡ് ബോസ്. അടുത്തത് റിപ്പയർ ബോസ്. ടേക്ക് കെയർ ഓഫ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ്. റിപ്പയർ ബോസ് എന്താ ചെയ്യുന്നത്? ടേക്ക് കെയർ ഓഫ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻ. ഇൻസ്പെക്ടർ കീപ് ചെക്ക് ഓൺ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഔട്ട്പുട്ട്. ഇൻസ്പെക്ടർ എന്താ ചെയ്യുന്നത്? കീപ് ചെക്ക് ഓൺ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഔട്ട്പുട്ട്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട ഏരിയയാണ് മെത്തേഡ് സ്റ്റഡി. ഇറ്റ് ഈസ് എ ടെക്നിക് ടു നോ ദി ബെസ്റ്റ് വേ ഓഫ് എ പർട്ടിക്കുലർ ജോബ്. ഒന്നുകൂടി നോക്കാം. മെത്തേഡ് സ്റ്റഡി ഇറ്റ് ഈസ് എ ടെക്നിക് ടു നോ ദി ബെസ്റ്റ് വേ എ പർട്ടിക്കുലർ ജോബ്. അടുത്തത് മോഷൻ സ്റ്റഡി. ഇറ്റ് റെഫേഴ്സ് ടു ദി സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ലിഫ്റ്റിംഗ്, പുട്ടിംഗ് തിങ്സ്, സിറ്റിംഗ് ആൻഡ് ചേഞ്ചിങ് പൊസിഷൻ വിത്ത് എ വ്യൂ ടു എലിമിനേറ്റ് അൺനെസറി മൂവ്മെൻറ്റ്സ്. മോഷൻ സ്റ്റഡി ഒന്നുകൂടി നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ലിഫ്റ്റിംഗ്, പുട്ടിംഗ് തിങ്സ്, സിറ്റിംഗ് ആൻഡ് ചേഞ്ചിങ് പൊസിഷൻ വിത്ത് എ വ്യൂ ടു എലിമിനേറ്റ് അൺനെസറി മൂവ്മെൻറ്റ്സ്. ടൈം സ്റ്റഡി. It is a technique of determining the standard time to required to complete a well-defined job element. ഒന്നുകൂടി നോക്കാം. ടൈം സ്റ്റഡി ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് ഡിറ്റർമൈനിങ് ദി സ്റ്റാൻഡേർഡ് ടൈം ടു റിക്വയർഡ് ടു കംപ്ലീറ്റ് എ വെൽ ഡിഫൈൻഡ് ജോബ് എലമെൻറ്റ്. അടുത്തതാണ് ഫാറ്റിഗ് സ്റ്റഡി. ഫാറ്റിഗ് സ്റ്റഡി ഈസ് എ ടെക്നിക്സ് ഓഫ് ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻട്രവൽ റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പർട്ടിക്കുലർ ജോബ്. Fatigue study is a techniques of determining the amount and frequency of rest interval required to complete a particular job. Differential piecewise system എന്താണെന്ന് നോക്കാം. It is suggested by Taylor to achieve best performance of workers. ഒന്നുകൂടി differential piecewise system suggested by Taylor to achieve the best performance of workers. Get greater incentive to efficient workers. Get greater incentive to efficient workers. Standard task is set with the help of time and motion study. Standard task is set with the help of time and motion study. Higher the piece rate for those who production equal or exceed the standard task. Higher the piece rate for those who production equal or exceed the standard task. Lower rate is made for those who fail to reach the standard. Lower rate is made for
ദോസ് ഹു ഫെയിൽ ടു റീച്ച് ദി സ്റ്റാൻഡേർഡ്. വർക്കേഴ്സിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം സജസ്റ്റ് ചെയ്തു. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഗ്രേറ്റർ ഇൻസെൻറ്റീവ് കിട്ടുന്നതായിരിക്കും. അത് കണക്കാക്കുന്ന ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ടാസ്ക് ഫിക്സ് ചെയ്യും. ആ സ്റ്റാൻഡേർഡിന് ഒപ്പം എത്തുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നവർക്ക് ഹയർ റേറ്റിൽ വേജ് കൊടുക്കും. എന്നാൽ സ്റ്റാൻഡേർഡിലേക്ക് എത്താത്തവർക്ക് ലോവർ റേറ്റിലായിരിക്കും പേയ്മെൻറ്റ് കിട്ടുക. ഇതാണ് ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം. കൂടുതൽ പേയ്മെൻറ്റ് കിട്ടാനായിട്ട് ആളുകൾ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യും. അതാണ് ഡിഫറൻഷ്യൽ പീസ്